കൊല്ലം കടക്കൽ ക്ഷേത്രോത്സവത്തിലെ വിപ്ലവഗാന വിവാദത്തിൽ ഗായകൻ അലോഷിയെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ക്ഷേത്രോപദേശക സമിതിയിലെ രണ്ടുപേരും കേസിൽ പ്രതികളാണ്. ഹൈക്കോടതി കേസ് പരിഗണനയിലിരിക്കെ കടക്കൽ പോലീസാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എന്തു തന്നെയായാലും നിർണായകമായ നടപടികളിലേക്കാണ് കടക്കുന്നത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, ഇപ്പോൾ ഗായകനായിട്ടുള്ള അലോഷിയെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉപദേശക സമിതിയിലെ രണ്ടുപേരെ കൂടെ പ്രതി ചേർത്തിട്ടുണ്ട്. എന്തായാലും മാർച്ച് 10-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സംഗീത പരിപാടിയിൽ വിപ്ലവഗാനം ആലപിക്കുകയും അതോടൊപ്പം തന്നെ CPM-ന്റെ ചിഹ്നവും DYFIയുടെ പതാകകളുമൊക്കെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പരിപാടി അവതരിപ്പിച്ചത്. പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു, വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് പിന്നീട് അത് കോടതി പരിഗണിക്കുമ്പോൾ വലിയ വിമർശനം അത് ദേവസ്വം ബോർഡിനും അതോടൊപ്പം തന്നെ ക്ഷേത്ര ഉപദേശക സമിതിക്കും നേരെ കോടതി ഉന്നയിച്ചിരുന്നു. കാരണം കഴിഞ്ഞ ദിവസവും കോടതി വ്യക്തമാക്കിയത് ഈ സംഭവം ലാഘവത്തോടെ കാണാൻ സാധിക്കില്ല, ഇത് പോലീസ് കേസെടുക്കേണ്ട സംഭവം തന്നെയായിരുന്നു എന്നുള്ളതാണ്. കാരണം അത്തരത്തിലൊരു സൗകര്യം ഒരുക്കി കൊടുത്ത് അതോടൊപ്പം തന്നെ ഈ കുപ്പികളുമായി ഈ പരിപാടിക്ക് മുന്നിൽ നൃത്തം വയ്ക്കുന്നവരൊക്കെ ഈ ദൃശ്യങ്ങളിൽ കാണാമെന്ന് കോടതി തന്നെ പറയുന്നു. അത്തരത്തിൽ ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട പരിപാടിയല്ല ഇത് എന്നുള്ളത് കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ വലിയ പ്രതിഷേധം ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. നിരവധി ഭക്തരാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. കാരണം ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ നടത്താൻ പാടില്ലാത്ത തരത്തിലാണ് ഈ ഒരു സംഗീത പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് ആദ്യമായി തന്നെ ജനം TV-യിലൂടെയാണ് ഈ പുറത്തേക്ക് സമൂഹം ഇക്കാര്യം അറിയുന്നത്. കാരണം കഴിഞ്ഞ വർഷവും ഇതേ സംഭവം ഈ ക്ഷേത്രത്തിൽ നടന്നിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ വിപ്ലവഗാനം പാടിക്കൊണ്ട് തന്നെയായിരുന്നു ഈ ക്ഷേത്രവേദിയിൽ പരിപാടി സംഘടിപ്പിച്ചത്. അതായത് ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള വേദിയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പാർട്ടി വേദിയാക്കി മാറ്റിക്കൊണ്ട് ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. ഇതിൽ തന്നെ ഉപദേശക സമിതി അത് ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണുള്ളത്, CPM-ന്റെ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷേത്രത്തെ ഉപയോഗിച്ച് വരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം കോടതി എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ അതിൽ കൃത്യത വരുത്തണമെന്നുള്ളതാണ്. കാരണം പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും ക്ഷേത്രത്തിലേക്ക് എത്തണമെന്നുള്ളതൊക്കെ കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ 3 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നുണ്ട്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വേദി ഒരുക്കുവാൻ വേണ്ടി ഈ ക്ഷേത്രത്തിൽ സമീപം വേദി ഒരുക്കുവാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് ഹൈക്കോടതിയുടെ വിധിപ്രകാരം അവിടെ നിന്നും മാറ്റേണ്ടി വന്നു. അത്തരത്തിൽ CPM-ന്റെ പരിപാടികൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പരിപാടികൾക്ക് വേണ്ടി ക്ഷേത്ര അങ്കണവും ക്ഷേത്രവും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പരാതി നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനത്തിൽ നിർണായകമായ നടപടികൾ ഉണ്ടാവുകയാണ്. മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.